നമസ്കാരം. ന്യൂറൽ നെസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെറുമൊരു തമാശയോ സ്റ്റീരിയോ ടൈപ്പിനെയോ കുറിച്ചോ അല്ല. പുരുഷൻ്റെയും സ്ത്രീയുടെയും മനസ്സ് എങ്ങനെ വ്യത്യസ്തമായി വർക്ക് ചെയ്യുന്നുവെന്നും അതിന് പിന്നിലെ അത്ഭുതകരമായ സയൻസുമാണ്. നിങ്ങളുടെ പങ്കാളിയെ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ എപ്പോഴും കേൾക്കാറുള്ള ചില സ്ഥിരം പരാതികളുണ്ട്. മിക്കവാറും സ്ത്രീകൾ പുരുഷന്മാരെക്കുറിച്ച് പറയുന്നത്, ഞാൻ ഇത്രയൊക്കെ സംസാരിച്ചിട്ടും പുള്ളിക്കാരൻ എന്നെ ശ്രദ്ധിക്കുന്നേയില്ല, ഒട്ടും ഇമോഷണൽ കണക്ഷൻ ഇല്ല എന്നൊക്കെയാണ്. അതേസമയം പുരുഷന്മാർ സ്ത്രീകളെക്കുറിച്ച് പറയുന്നത്, കാര്യം എന്താണെന്ന് വ്യക്തമായി പറയാതെ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ വളച്ചു കെട്ടി സംസാരിക്കുന്നത് എന്നാണ്. ശരിയല്ലേ? പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് പങ്കാളി വേണമെന്ന് വെച്ച് നമ്മളെ ദേഷ്യം പിടിപ്പിക്കാൻ ചെയ്യുന്നതാണ് എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ പുരുഷൻ്റെയും സ്ത്രീയുടെയും തലച്ചോറിൻ്റെ ഘടനയിലും അവ പരിണാമത്തിലൂടെ വികസിപ്പിച്ചെടുത്ത ചിന്താരീതികളിലും വലിയ വ്യത്യാസങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മുടെ തലച്ചോറിന് 2 ഭാഗങ്ങളുണ്ട്, ലെഫ്റ്റ് ഹെമിസ്ഫിയറും റൈറ്റ് ഹെമിസ്ഫിയറും. ഇതിൽ ഇടതുഭാഗം ലോജിക്കും അനാലിസിസും കൈകാര്യം ചെയ്യുമ്പോൾ വലതുഭാഗം ഇമോഷൻസും ക്രിയേറ്റിവിറ്റിയുമാണ് കൈകാര്യം ചെയ്യുന്നത്. പെൻസിൽവേനിയ യൂണിവേഴ്സിറ്റിയിലെ ന്യൂറോ സയൻസ് പഠനങ്ങൾ പറയുന്നത്, പുരുഷന്മാരുടെ തലച്ചോർ അവരുടെ വയറിംഗ് മുന്നിൽ നിന്ന് പിന്നിലേക്കാണ് എന്നാണ്. അതായത് ഒരു ഹെമിസ്ഫിയറിനുള്ളിൽ തന്നെയാണ് കൂടുതൽ കണക്ഷനുകളുള്ളത്. അതവരെ ഒരു നിശ്ചിത കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനും വേഗത്തിൽ ലോജിക്കലായി തീരുമാനങ്ങൾ എടുക്കാനും സഹായിക്കുന്നു. എന്നാൽ സ്ത്രീകളുടെ തലച്ചോറിലെ നെറ്റ്വർക്ക് ഇടതുഭാഗത്ത് നിന്ന് വലതുഭാഗത്തേക്കാണ്. അതായത് 2 ഹെമിസ്ഫിയറുകൾ തമ്മിൽ വലിയ രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതവരെ യുക്തിയും വികാരവും ഒരേ സമയത്ത് കൂട്ടിച്ചേർത്ത് ചിന്തിക്കാനും മറ്റുള്ളവരുടെ മുഖഭാവങ്ങളിൽ നിന്നോ ശബ്ദത്തിൽ നിന്നോ അവരുടെ ഇമോഷൻസ് തിരിച്ചറിയാനും സഹായിക്കുന്നു. ഈ വ്യത്യാസം അവരുടെ ദൈനംദിന പ്രവൃത്തികളിൽ എങ്ങനെ കാണപ്പെടുന്നു എന്ന് നോക്കാം. പലപ്പോഴും സ്ത്രീകൾക്ക് ഒരേ സമയം പാചകം ചെയ്യാനും കുട്ടികളുടെ കാര്യം നോക്കാനും ഫോണിൽ സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞെന്ന് വരും. ഇതിനെയാണ് നമ്മൾ മൾട്ടി ടാസ്കിംഗ് എന്ന് വിളിക്കുന്നത്. തലച്ചോറിൻ്റെ ഇരുഭാഗങ്ങളും ഒരേ സമയം മികച്ച രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് സാധ്യമാകുന്നത്. എന്നാൽ പുരുഷന്മാർ പൊതുവെ സിംഗിൾ മൈൻഡഡ് ഫോക്കസ് ഉള്ളവരാണ്. അവർ TV കാണുകയോ വണ്ടി ഓടിക്കുകയോ അല്ലെങ്കിൽ ഫോണിൽ എന്തെങ്കിലും ചെയ്യുകയോ ആണെങ്കിൽ അവരുടെ ശ്രദ്ധ പൂർണ്ണമായി അതിലായിരിക്കും. ആ സമയത്ത് നിങ്ങൾ വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അവരുടെ തലച്ചോർ അത് പ്രോസസ്സ് ചെയ്തെന്ന് വരില്ല. അതുകൊണ്ട് അദ്ദേഹം എന്നെ അവഗണിക്കുകയാണ് എന്ന് കരുതുന്നതിന് മുമ്പ് ഓർക്കുക, അയാളുടെ തലച്ചോർ ആ സമയത്ത് ഒരു ടാസ്കിൽ ലോക്കായിരിക്കുകയാണ്. പ്രശസ്ത സ്പീക്കർ മാർക്ക് ഗുംഖോർ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ചിന്തകളെ വളരെ രസകരമായി വിശദീകരിച്ചിട്ടുണ്ട്. പുരുഷൻ്റെ മനസ്സ് പെട്ടികൾ അല്ലെങ്കിൽ ബോക്സ് പോലെയാണ്. ജോലിക്കൊരു പെട്ടി, കുടുംബത്തിന് മറ്റൊരു പെട്ടി, കാറിന് വേറൊന്ന്. ഒരു സമയത്ത് ഒരു പെട്ടി മാത്രമേ അവർ തുറക്കൂ. അതിൽ മറ്റൊരു പെട്ടിയിലെ കാര്യങ്ങൾ കലർത്തില്ല. ഇതിൽ ഏറ്റവും രസകരമായ ഒരു പെട്ടിയുണ്ട്, നത്തിങ് ബോക്സ്. ആണുങ്ങൾക്ക് ചിലപ്പോൾ ഒന്നും ചിന്തിക്കാതെ മണിക്കൂറുകളോളം ഇരിക്കാൻ കഴിയും. എന്നാൽ സ്ത്രീയുടെ മനസ്സ് ഒരു വലിയ വല അല്ലെങ്കിൽ വെബ് പോലെയാണ്. അവിടെ പരസ്പരം എല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു. കാറിൻ്റെ പ്രശ്നം കുടുംബവുമായി ബന്ധപ്പെടാം, അത് ജോലിയുമായി ബന്ധപ്പെടാം. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഒരു നത്തിങ് ബോക്സ് ഇല്ല. അവർ വിശ്രമിക്കുമ്പോൾ പോലും മനസ്സ് എപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കും. ഒരു സ്ട്രെസ് വരുമ്പോൾ പുരുഷന്മാർ അവരുടെ നത്തിങ് ബോക്സിലേക്ക് ഒതുങ്ങാൻ ഇഷ്ടപ്പെടുന്നു. അതായത് അവർ പൊതുവെ മിണ്ടാതിരിക്കും. എന്നാൽ സ്ത്രീകൾ സ്ട്രെസ് വരുമ്പോൾ സംസാരിച്ച് അതിനെ പുറത്തു വിടാനാണ് ഇഷ്ടപ്പെടുന്നത്. ഇനി നമുക്ക് കമ്മ്യൂണിക്കേഷനിലേക്ക് വരാം. ഒരു സ്ത്രീ വന്ന് തൻ്റെ പങ്കാളിയോട് ഓഫീസിലെ ഒരു പ്രശ്നത്തെക്കുറിച്ച് സങ്കടത്തോടെ സംസാരിക്കുകയാണ് എന്ന് വിചാരിക്കുക. മിക്കവാറും പുരുഷന്മാർ ഉടൻ തന്നെ പറയുന്നത്, എന്നാൽ നീ ആ ജോലി അങ്ങ് നിർത്ത്, അല്ലെങ്കിൽ ബോസിനോട് കയർത്ത് സംസാരിക്കുക എന്നൊക്കെയാണ്. ഇത് കേൾക്കുമ്പോൾ സ്ത്രീക്ക് കൂടുതൽ ദേഷ്യം വരും. കാരണം പുരുഷന്മാരുടെ തലച്ചോർ സ്വാഭാവികമായും ഒരു പ്രോബ്ലം സോൾവറാണ്. ഒരു പ്രശ്നം കേട്ടാൽ ഉടൻ അതിന് പരിഹാരം കണ്ടെത്താനാണ് അവർ ശ്രമിക്കുക. എന്നാൽ ആ സ്ത്രീ ആ സമയത്ത് ഒരു പരിഹാരമല്ല ആഗ്രഹിക്കുന്നത്. തനിക്ക് പറയാനുള്ളത് ആരെങ്കിലും ഒന്ന് കേൾക്കണമെന്നും തന്നെ മാനസികമായി ആശ്വസിപ്പിക്കണമെന്നുമാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇതറിയാത്തത് കൊണ്ടായിരിക്കാം പല റിലേഷൻഷിപ്പുകളിലും അനാവശ്യ തർക്കങ്ങൾ ഉണ്ടാകാറുള്ളത്. വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു വഴക്കിൻ്റെ എല്ലാ വിവരങ്ങളും തീയതി സഹിതം ഓർത്തുവെക്കാൻ സ്ത്രീകൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന് പുരുഷന്മാർ പൊതുവെ അത്ഭുതപ്പെടാറുണ്ട്. ഇതിന് പിന്നിലും ഒരു സയൻസ് ഉണ്ട്. തലച്ചോറിൽ മെമ്മറി സൂക്ഷിക്കുന്ന ഭാഗമാണ് ഹിപ്പോക്യാമ്പസ്. പഠനങ്ങൾ അനുസരിച്ച് സ്ത്രീകളിൽ ഹിപ്പോക്യാമ്പസ് കൂടുതൽ ആക്റ്റീവാണ്. മാത്രമല്ല ഏതൊരു ഇമോഷൻസ് ആണെങ്കിൽ പോലും അത് അനുഭവിക്കുമ്പോൾ
അത് മെമ്മറിയുമായി കൂടുതൽ ആഴത്തിൽ ബന്ധിപ്പിക്കാൻ സ്ത്രീകളുടെ തലച്ചോറിന് കഴിയും. അതുകൊണ്ട് ഒരു ഇമോഷണൽ സംഭവം ഉണ്ടായാൽ പുരുഷന്മാർ അതിന് ലോജിക് മാത്രം ഓർത്ത് വയ്ക്കുമ്പോൾ സ്ത്രീകൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ആ സമയത്ത് അനുഭവിച്ച എല്ലാ ഇമോഷൻസും അതേപടി ഓർത്ത് വയ്ക്കും. ഇത് പ്രകൃതി അവർക്ക് നൽകിയൊരു പ്രത്യേകതയാണ്. പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഈ വ്യത്യാസങ്ങൾ ആരാണ് മികച്ചത് എന്ന് കാണിക്കാനുള്ളതല്ല, പകരം നമ്മൾ എത്രത്തോളം പരസ്പര പൂരകങ്ങളാണ് എന്ന് മനസ്സിലാക്കാനാണ്. ഒരു വശത്ത് ലോജിക്കായ ഫോക്കസും പ്രോബ്ലം സോൾവിങ്ങും ഉള്ളപ്പോൾ മറുവശത്ത് ഇമോഷണൽ ഇൻ്റലിജൻസും മൾട്ടി ടാസ്കിങ്ങും വേണം. ഇവ രണ്ടും ചേരുമ്പോഴാണ് ജീവിതം മനോഹരമാകുന്നത്. ഈ വ്യത്യാസം മനസ്സിലാക്കിയാൽ പങ്കാളിയോടുള്ള അനാവശ്യ ദേഷ്യവും തെറ്റിദ്ധാരണകളും ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. മനുഷ്യ മനസ്സിനെയും പെരുമാറ്റങ്ങളെയും കുറിച്ചുള്ള ഇത്തരം രസകരമായ എന്നാൽ ശാസ്ത്രീയമായ അറിവുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർക്കോ സുഹൃത്തുക്കൾക്കോ ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക. പരസ്പരം മനസ്സിലാക്കൂ, സന്തോഷത്തോടെ ജീവിക്കൂ. അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ മൈൻഡ്ഫുൾ, സ്റ്റേ ഫോക്കസ്ഡ്.